നല്ലൊരു മസ്റ്റ് വാച്ച് എൻ്റെ ഒരു കിഡിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഡ്രാഗൺ ഓഫർ ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ സിനിമ റിലീസായത്. പക്ഷേ ഈ ഒരു വീക്കെൻഡിലാണ് ഈ പടം കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ച വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ടൈംസേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഈ ഒരു വീക്കെൻഡിൽ അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈമിംഗ് കൂടിയും കിട്ടിയപ്പോൾ നല്ലൊരു ക്രൗഡഡ് ഓഡിയൻസിൻ്റെ കൂടെ ഈ സിനിമ ഇരുന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രദീപ് രംഗനാഥൻ്റെ ലാസ്റ്റ് മൂവി ആയിട്ടുള്ള ലവ് ടുഡേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓഫർ ചെയ്യുന്നത്. സോ ആ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ അടുത്തൊരു പടം ഇറങ്ങുന്ന സമയത്ത് നല്ലൊരു ക്രൗഡ് പാക്ക് ആയിട്ടുള്ള ഓഡിയൻസിനെ കൂടെ ഇരുന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അത് സാധിച്ചു. അത് മാത്രമല്ലാതെ അശ്വന്ത് മാരിമുത്തുവിന്റെ ഓ മൈ കടവുളിന് ശേഷമുള്ള ഒരു മൂവി ആൻഡ് ഇവരുടെ രണ്ടുപേരുടെയും കൊളാബറേഷനിൽ ഈ ഒരു പടം വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ ഈ മൂവിക്ക് ഉണ്ടായിരുന്നു. സോ ആ ഒരു പ്രതീക്ഷ 100% സാറ്റിസ്ഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡെലിവർ ചെയ്യാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണ്ടന്റ് ആണ്. അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു സ്റ്റോറി നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള ആ ഒരു സ്റ്റോറി തന്നെയാണ്. പക്ഷേ ആ ഒരു സ്റ്റോറിയുടെ ഒരു ഇമ്പോർട്ടൻസ് അത് പറയേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് കാണുന്ന പ്രേക്ഷകന് ആ പടം കണ്ടു കഴിയുമ്പോൾ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു ചിരിയും അല്ലെങ്കിൽ ഒരു കയ്യടിയും കൊടുക്കാൻ സാധിച്ചാൽ അവിടെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം. അത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം 100% അവർക്ക് ഡെലിവർ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കറണ്ട് സെനാരിയോസ് നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പേപ്പറിലും ന്യൂസിലും ഒക്കെ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പേടിപ്പെടുത്തുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ട് ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു റിമൈൻഡർ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ആ ഒരു തിരക്കിനിടയിൽ പല തിരക്കുകൾ ഉണ്ടാവും. ഒരാളെ സംബന്ധിച്ചിടത്തോളം ജോലി തിരക്കുകൾ ഉണ്ടാവാം, പേഴ്സണൽ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് ഉണ്ടാവാം. അങ്ങനെയുള്ള ഒരു ഓട്ടത്തിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ ജീവിക്കാനായിട്ട് മറന്നുപോയെന്ന് വരാം. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു സിനിമ നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ട്, അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കണ്ടന്റ്. കാരണം ജീവിതത്തിൽ പലപ്പോഴും ജയം മാത്രമല്ല, ചിലപ്പോൾ തോൽവി ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരിക്കലും അവിടെ നിന്ന് പോരുത്, ഇനിയും മുന്നോട്ട് പോകണം എന്നുള്ളൊരു മെസ്സേജിനെ വളരെ വൃത്തിക്ക് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ തന്നെ അവർക്ക് ഡെലിവർ ചെയ്യാൻ സാധിച്ചു. ശരിക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലയിടത്തും ഓക്കെ ഇതൊരു സാധാരണ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞു പോകുന്നതെന്നൊരു തോന്നൽ ആദ്യം ഉണ്ടായെങ്കിലും ഒരു മൊമെന്റിൽ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇരുത്തി ചിന്തിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ സിനിമയിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചു പോയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു അവസ്ഥയാണല്ലോ എന്ന് നമുക്ക് തോന്നുമ്പോൾ അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അതിലത്തെ ഒരു പ്രോട്ടോകോണിസ്റ്റ് ക്യാരക്ടർ ശരിക്കും അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ അതേ ഒരു മൈൻഡ് സെറ്റ് നമുക്കും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഫീലിനെ എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു പ്രോപ്പർ മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ആവശ്യം എന്നുള്ള ഒരു ഫീൽ അവിടെ കൊണ്ടുവരുന്നതിലും അത് ഡെലിവർ ചെയ്യുന്നതിലും ഇവർ ശരിക്കും പറഞ്ഞാൽ സക്സസ് ആയി എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ഈ ഒരു പല മൂവീസും ഒരു ഫീൽ ഗുഡ് മൂവീസും ഒക്കെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഓക്കെ ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. പക്ഷേ അവിടെ എവിടെയാണ് അങ്ങനെ ഒരു മൂവി യുണീക്ക് ആവുക? അവർ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ള കണ്ടന്റിനെ വളരെ യുണീക്കായിട്ട് പ്രസന്റ് ചെയ്യും, അല്ലെങ്കിൽ അതിൽ അവർ പറഞ്ഞ ആ ഒരു ഇമോഷൻസ് ഒക്കെ പക്കയായിട്ട് വരുമ്പോഴാണ് അത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വന്നു. ഇപ്പോൾ ലീഡിങ് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല കിടിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയുന്നത് നെപ്പോളിയന്റെ അച്ഛൻ ക്യാരക്ടറാണ്. ഇവരുടെ അച്ഛൻ മകൻ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ഇമോഷണൽ ആക്കി, ശരിക്കും വളരെയധികം കരയിച്ച ഒരുപാട് സീൻസ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഓവറോൾ കണ്ടു കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു ലൈഫ് റിമൈൻഡർ ആണ് ഈ ഒരു മൂവി. നമ്മുടെ ലൈഫിലുള്ള ഒരുപാട് ലെസൺസ്, നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും ജീവിതത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ എങ്ങനെ അവർ നോക്കി കാണുന്നു എന്നുള്ളത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും. ഞാൻ കാണുന്ന പോലെ ആവില്ല മറ്റൊരാൾ കാണുന്നുണ്ടാവുക. പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് ലെസൺസ് അല്ലെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിൾസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ കടന്നു വന്നിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ, അല്ലെങ്കിൽ നമുക്കറിയുന്ന ഒരുപാട് ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ പല ആളുകളായിട്ട് ഇടപെട്ടിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു നോളേജ് ഉണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ടും നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ടുള്ളതും. അങ്ങനെയുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കൊരു ജയമോ തോൽവിയോ ഉണ്ടാവാം. പക്ഷെ അതിനെ ഈക്വൽ ആയിട്ട് നോക്കിക്കണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് ഈ സിനിമയ്ക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് അതിന് ഈ മേക്കേഴ്സിന് ശരിക്കും കുറഞ്ഞൊരു കയ്യടി കൊടുക്കണം. എന്തായാലും ഇനിയും നല്ല സിനിമകൾ ഇവർക്ക് ചെയ്യാൻ പറ്റട്ടെ. പ്രദീപ് രംഗനാഥന്റെ ഒരു വൺ മാൻ ഷോ തന്നെയായിരുന്നു ഈ സിനിമ. അതിലത്തെ പല സീക്വൻസുകളും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഷോൾഡറിൽ അദ്ദേഹം ആ ഒരു ഷോൾഡറിൽ വെച്ചുകൊണ്ടാണ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോയത്. എന്തായാലും അത് കിടിലനായിട്ട് തന്നെ ഡെലിവർ ചെയ്തു. ആൻഡ് എല്ലാവരും തന്നെ പല സിറ്റുവേഷണൽ കോമഡീസ് ആയാലും അല്ലെങ്കിൽ പല സീക്വൻസുകളായാലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണുക. ഇപ്പോൾ ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ട നല്ലൊരു മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ് ഡ്രാഗൺ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ലൊരു തിയേറ്റർ സെലക്ട് ചെയ്തിട്ട് പടം കാണാൻ ശ്രമിക്കുക. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഓഡിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് തന്നെ കാണാൻ സാധിക്കും. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക.